പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയിലുണ്ടായ ഉന്തും തള്ളിലും പ്രതിരോധത്തിലായി കോൺഗ്രസ് നേതൃത്വം. പരിപാടിയുടെ പൊലിമ കുറയ്ക്കുന്നതാണ് സംഭവമെന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നു. നേരത്തെ കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന വേളയിൽ സമാനമായ സംഭവം ഉണ്ടായതിനു പിന്നാലെ പരിപാടികളിൽ തള്ളിക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ചില മാർഗനിർദ്ദേശങ്ങളും KPCC പുറത്തിറക്കിയിരുന്നു. സിനോജ് തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സിനോജ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഇന്നലെ പല രീതിയിൽ പ്രതിരോധിക്കാനൊക്കെ ഷാഫി അടക്കം ശ്രമിച്ചിരുന്നു. നിങ്ങൾ വേദിയിലേക്ക് നോക്കണ്ട, ജനങ്ങളെ നോക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആ ദൃശ്യങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. എന്താണിപ്പോൾ പാർട്ടിയുടെ നിലപാട്? അശ്വതി, അതായത് പുതിയ യാത്ര വലിയ ജനപങ്കാളിത്തത്തോടുകൂടി വിജയകരമായി 4 ജില്ലയിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദം സംഭവിച്ചിരിക്കുന്നത്. ഈ ഉന്തും തള്ളും കോൺഗ്രസിൽ പുതുമയുള്ള കാര്യമല്ല. കാരണം സീറ്റ് കിട്ടാൻ വേണ്ടി മറ്റും ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊക്കെ തന്നെ നേതാക്കൾ ഉന്തും തള്ളും കൂടുതൽ ഇതിനു മുൻപ് കണ്ടതാണ്. ഒരു വർഷം മുൻപ് കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് സമാനമായ സംഭവം നടന്നതാണെന്ന് KPCC മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയതാണ്. പക്ഷേ ഇന്നലെ കുറ്റ്യാടി നടന്ന സംഭവത്തിൽ കോൺഗ്രസ് വിശദീകരിക്കുന്നത് അത് ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് എത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സംസാരിക്കേണ്ടതില്ല. സാധാരണ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ മറ്റാളുകൾ സംസാരിക്കാറില്ല. ഓൾറെഡി പരിപാടി 1.5 മണിക്കൂർ വൈകിയാണ് വന്നത്. അതുകൊണ്ട് ഷാഫി വിളിച്ച സമയത്ത് വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയതാണെന്ന് പറയുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അങ്ങനെയല്ല. ഷാഫിയെ വി.ഡി. സതീശന് മുൻപ് വിളിക്കാത്തത് കൊണ്ട് അതിന് പരിഭവം കാണിച്ചാണ് തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളാക്കി തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിക്ക് ഉള്ളിൽ ഇത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. പാർട്ടി KPCC ഇക്കാര്യത്തിൽ ഇന്നൊരു വിശദീകരണം കൂടി നൽകും. രാവിലെ പ്രതിപക്ഷ നേതാവിന് വാർത്താ സമ്മേളനം കോഴിക്കോടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നിട്ട് വേദിയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് ഒന്നും അതിനെക്കുറിച്ച് പറയാതെയാണ് വേദി വിട്ട് പോവുകയും ചെയ്തത്. ശരി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്.